അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ. മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക മാറുക യേശുവിൻ നാമത്തിനാൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധ്യങ്ങളെ വഴി മാറിപ്പോകുക, ഞെരുക്കങ്ങളെ വഴി മാറിപ്പോകുക, തടസ്സങ്ങളെ വഴി മാറിപ്പോകുക യേശുവിൻ്റെ നാമത്തിനാൽ. ഹല്ലേലൂയ. അതെ, മരുഭൂമിയെ നീ മലർവാടിയാക. ഹല്ലേലൂയ. ഇന്ന് മരുഭൂമി പോലുള്ള അനുഭവങ്ങളായിരിക്കാം ജീവിതത്തിലുള്ളത്. വരണ്ടുണങ്ങിയാലും അനുഭവങ്ങൾ ഒന്നുമില്ല, ഒരു പച്ചപ്പ് പോലുമില്ല. മരുഭൂമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അവിടെ വെള്ളമില്ല, ഫലവൃക്ഷങ്ങളൊന്നുമില്ല, നല്ല തണൽ മരങ്ങളില്ല, നല്ല പൂന്തോപ്പുകളില്ല, ജനവാസം ഇല്ല, മനുഷ്യരെ ഒന്നും കാണുവാനില്ല, അല്ലെങ്കിൽ മൃഗങ്ങളെ കാണുവാനില്ല, പക്ഷികളെ കാണുവാനില്ല, ഒന്നുമില്ല. പക്ഷികളുടെ കളകളാരവ ശബ്ദമോ, നദികൾ ഒഴുകുന്നതായ വെള്ളം ഒഴുകുന്നതായ ശബ്ദമോ, കിളികൾ ചിലയ്ക്കുന്നതായ ശബ്ദമോ, ആളുകൾ തമ്മിൽ സംസാരിക്കുന്നതായ ശബ്ദമോ, തിരക്കുകളോ ബഹളങ്ങളോ, വാഹന സൗകര്യങ്ങളോ, വാഹനങ്ങൾ റോഡിൽ കൂടി ഓടുന്നതായ ശബ്ദമോ ഒന്നും കേൾക്കുവാനില്ല. വെറും മരീചിക, മരുഭൂമി, ഒന്നുമില്ല. നോക്കുമ്പോൾ ഫലപ്രദമായ യാതൊന്നുമില്ലാത്ത അനുഭവം. മരുഭൂമിയാണ്, യാതൊന്നുമില്ല. ഒരു പക്ഷേ ദൈവപൈതലേ, എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മരുഭൂമിയുടെ അനുഭവങ്ങളായിരിക്കാം. ഒന്നുമില്ല, പ്രയോജനമുള്ളതായി ഒന്നും കാണുന്നില്ല. ജീവിതത്തിൽ ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് വേദനകൾ, പലതരം നന്നായി വരുമെന്ന് കരുതി പല കാര്യങ്ങൾ ചെയ്തുവെങ്കിലും എല്ലാറ്റിലും പരാജയം. ജീവിതം തന്നെ ഒരു പരാജയം. കൊച്ചുനാളിലെ മുതൽ പലരാലും പരിഹസിക്കപ്പെട്ടും പലരാലും ത്യജിക്കപ്പെട്ടും ജീവിച്ചു പോകുന്ന ഒരു ജീവിതം. ഒരു പക്ഷേ നമ്മുടെ ജീവിതം വീട്ടിലെ മൂത്ത കുഞ്ഞായതുകൊണ്ടോ അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യ കുറവുകൾ മൂലമോ നന്നായി പഠിക്കുവാൻ കഴിയാത്തവരുണ്ടായിരിക്കും. പിതാവിൻ്റെ മദ്യപാനം മൂലമോ അല്ലെങ്കിൽ വീട്ടിലെ ബഹളങ്ങൾ മൂലമോ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായതുമൂലം ജീവിതത്തിൽ യാതൊരു നന്മയും ലഭിക്കാത്തവർ, ജീവിതത്തിൽ നല്ലൊരു വിദ്യാഭ്യാസം കിട്ടിയില്ല, നല്ലൊരു ജോലി കിട്ടിയില്ല, നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല, നല്ല സാമ്പത്തിക ഭദ്രതയുള്ളൊരു ജീവിതം നയിക്കുവാൻ കഴിയുന്നില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോലും ഒന്നും കരുതുവാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ എല്ലാം പരാജയം, പിന്നിലുള്ളതെല്ലാം പരാജയമാണ്. അല്ല, ചിലരുടെ അനുഭവം ഇങ്ങനെ ആയിരിക്കില്ല. ഒരു പക്ഷേ തളിർത്ത് പിടിച്ച് വന്നതായിരിക്കാം, നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്നിരിക്കാം, നല്ല ഉന്നതിയിൽ ജീവിതത്തിൻ്റെ ഉന്നത നിലവാരത്തിൽ കഴിഞ്ഞു വരവെയായിരിക്കാം ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചത്. ഒരു പക്ഷേ അതൊരു രോഗമായിരിക്കാം. രോഗം വന്നപ്പോൾ സകലതും വിറ്റ് ചികിത്സിക്കേണ്ടി വന്നു, എല്ലാം നഷ്ടപ്പെട്ടു പോയതുപോലെയായി. അല്ല, ഒരു പക്ഷേ അതൊരു കടക്കെണിയായിരിക്കാം. കടക്കെണിയിൽ എല്ലാം തകർന്നു പോയി, പ്രതീക്ഷിക്കാതെ വന്നതായ വിപത്ത്, ഒരിക്കലും പ്രതീക്ഷിക്കാതെ നനച്ചിരിയാതെ വന്നതായ ആപത്തുകൾ മൂലം ജീവിതം താറുമാറായിപ്പോയി. ഒരുപക്ഷെ ഇതൊന്നും ആയിരിക്കില്ല, ഏതെങ്കിലും വിയോഗങ്ങളായിരിക്കാം. വളരെ സന്തോഷത്തോടെ തുടങ്ങിയ കുടുംബജീവിതത്തിൽ അതെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടു പോയതായിരിക്കാം. ഒരുപക്ഷെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയ ഭാര്യമാരായിരിക്കാം, ഭാര്യ നഷ്ടപ്പെട്ടു പോയ ഭർത്താക്കന്മാരായിരിക്കാം. ഇതൊന്നുമല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അതെ വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങളായിരിക്കാം, അല്ല കുഞ്ഞുങ്ങൾ വേർപെട്ടു പോയതായിരിക്കാം. ഇങ്ങനെ പല വിധത്തിലുള്ളതായ പ്രതികൂലങ്ങൾ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ലാത്തൊരനുഭവം, മരുഭൂമിയെ പോലുള്ളതായ അനുഭവം. എന്നാൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു ദൈവ പൈതലിനെ നോക്കി വിശ്വാസത്തിന്റെ വാക്കുകളാൽ ജീവനുള്ള ദൈവത്തിന്റെ വചനം പറയുകയാണ്, മരുഭൂമി മലർവാടിയായി തീരും,
മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 35 അധ്യായം നാം അങ്ങനെയാണ് വായിക്കുന്നത്, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ, യേശുവിൻ്റെ കരങ്ങളിലേക്ക്, യേശുവിൻ്റെ മുറിവേറ്റ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, മരുഭൂമി പോലുള്ളതായ ജീവിതങ്ങൾ മലർവാടി പോലെയായിത്തീരും. അത് ഇന്നൊന്നുമില്ല, ശൂന്യാവസ്ഥയാണ്. പക്ഷേ ആ ശൂന്യാവസ്ഥകൾ മാറും. കർത്താവിൻ്റെ തിരുരക്തം, ആ കർത്താവിൻ്റെ തിരുരക്തത്താൽ നമ്മുടെ പാപക്കറകൾ കഴുകപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നമ്മുടെ പ്രതിസന്ധികളെല്ലാം, ആ പ്രതികൂലങ്ങളിലെല്ലാം കർത്താവിൻ്റെ സ്നേഹം വ്യാപരിക്കുമ്പോൾ മരുഭൂമി മലർവാടിയായി തീരുകയാണ്, പൂന്തോപ്പായി തീരുകയാണ്. അവിടെ പൂന്തോപ്പിൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ കാണുവാൻ മനോഹരമായ പൂക്കൾ എല്ലാം ആരും ആകർഷിക്കുന്നതായ പൂന്തോപ്പ്. മരുഭൂമി ആർക്കും ഇഷ്ടമല്ലാത്തൊരു സ്ഥലമാണെങ്കിൽ, ആരും പാർക്കുവാനോ ആരും താമസിക്കുവാനോ തിരഞ്ഞെടുക്കാത്ത ഒരു സ്ഥലമാണെങ്കിൽ, പൂന്തോപ്പ് അങ്ങനെയല്ല, ആരും കൊതിക്കുന്ന ഒരു സ്ഥലമാണ്, ആരും ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു പൂന്തോട്ടത്തിൻ്റെ അരികിലൂടെ കടന്നു പോയാൽ നാം ആരും അതിലേക്ക് ഒന്ന് നോക്കിപ്പോകും. അവിടെ ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്ന, അവിടെ ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതായ പൂക്കളെ കാണുമ്പോൾ ആരും നോക്കാതിരിക്കുകയില്ല. നമുക്കറിയാം, ഈ നമ്മുടെ നാട്ടിലോ അല്ലെങ്കിൽ അയൽ സംസ്ഥാനങ്ങളിലോ ഒക്കെ ഉള്ളതായ പൂന്തോട്ടങ്ങൾ കാണുവാൻ വേണ്ടി മാത്രം ടൂർ പോകുന്ന ആളുകളുണ്ട്. ഊട്ടിയിൽ മനോഹരമായ പൂന്തോപ്പ് കാണുവാൻ വേണ്ടി, പൂന്തോട്ടങ്ങൾ കാണുവാൻ വേണ്ടി ടൂർ പോകുന്നവരുണ്ട്. ഇതുപോലെയാണ് ഒരു പൂന്തോപ്പിൻ്റെ അനുഭവം. പൂന്തോപ്പിലേക്ക് അനേകർ ആകർഷിക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ മരുഭൂമി പോലുള്ള ജീവിതം അത് മലർവാടിയായി തീരുകയാണ്, അത് പൂന്തോപ്പായി മാറുകയാണ്, അത് മറ്റുള്ളവർ ആകർഷിക്കപ്പെടുകയാണ് അതിലേക്ക്. ഹല്ലേലൂയ. ദൈവവേദലേ, നിന്റെ ജീവിതത്തിലേക്ക് മറ്റുള്ളവർ ആകർഷിക്കപ്പെടുന്നുണ്ടോ? മറ്റ് വ്യക്തികൾ, ആത്മാക്കൾ നിന്റെ ജീവിതം കണ്ടിട്ട് ആ മലർവാടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ടാണ് മരുഭൂമി പോലുള്ളതായി ജീവിതം ഇങ്ങനെ ആയിത്തീർന്നത്? ഈ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? ഇവൻ ഇങ്ങനെയായി, ഇവൾ ഇങ്ങനെയായി തീർന്നു? അത് ഈ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കാണുവാൻ നമ്മുടെ അരികിലേക്ക് കടന്നു വരുന്ന അനേകരുണ്ടായിരിക്കാം. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിൻ്റെ ജീവിതം ഭാഗ്യമേറിയ ജീവിതമാണ്. ഇന്നുള്ള മരുഭൂമി മാറി അതേ മലർവാടിയായിത്തീരുന്നതായ അനുഭവം. തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോവുകയാണ്. കടക്കെണികൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിപ്പോവുകയാണ്. കടബാധ്യതകൾ യേശുവിൻ്റെ നാമത്തിൽ, അത് നുകക്കൈകൾ ഒടിയുകയാണ്. ഹല്ലേലൂയ. രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോവുകയാണ്. ഹല്ലേലൂയ. തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പൊട്ടിച്ചിതറുകയാണ്. ഒരു വിശ്വാസിയായി ദൈവത്തിനു വേണ്ടി കർത്താവ് എന്തും ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം വിശ്വാസികളാണോ? നാം വിശ്വാസത്തോടെയാണോ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത്? നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ, അത്ഭുത മന്ത്രിയായ ക്രിസ്തുവിന് സകലവും ചെയ്യുവാൻ കഴിയുമെന്നുള്ളതായ ഉറപ്പും വിശ്വാസവും നമുക്കുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അതെ, യേശുവിൻ്റെ നാമത്തിൽ അസാധ്യങ്ങളെല്ലാം വഴിമാറിപ്പോകും. ഹല്ലേലൂയ. നമ്മുടെ മുൻപിലുള്ളതായ വൻ കോട്ട പോലെ നിൽക്കുന്നതായ പ്രതികൂലങ്ങൾ വഴിമാറിപ്പോകും. ക്രിസ്തുവിൻ്റെ അരികിലേക്കൊന്ന് കടന്നു വന്നാൽ മതി. ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ഹല്ലേലൂയ. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനെന്ന് എണ്ണിയ അബ്രഹാമിനെ പോലെ, സാറയെ പോലെ നമ്മുടെ ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അത് മുഴുവനായും മാറ്റപ്പെടും. ഇന്നുള്ള അനുഭവമല്ല, അത് കീഴ്മേൽ മറിയുന്ന ഒരു അനുഭവമായിരിക്കും, നേരെ എതിരായി തീരുന്നതായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിനെന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നാം മാനസാന്തരപ്പെട്ട് കഴിയുമ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? നമ്മുടെ കഴിഞ്ഞകാല ജീവിതവും ഇന്നുള്ള ജീവിതവും രാവും പകലും പോലെ വ്യത്യസ്തമായി തീരുകയാണ്. മരുഭൂമി പൂന്തോട്ടമായി മാറുന്നത് പോലെ നമ്മുടെ ജീവിതം, ഇന്നലകളിലെ നമ്മുടെ ജീവിതം, നിരാശ നിറഞ്ഞ ജീവിതം, കഷ്ടങ്ങൾ നിറഞ്ഞ ജീവിതം, പ്രതികൂലങ്ങൾ നിറഞ്ഞ ജീവിതം, ഒന്നിലും സന്തോഷിക്കുവാൻ വകയില്ലാത്ത ജീവിതം, എപ്പോഴും ദുഃഖവും കയ്പും വിദ്വേഷവും വൈരാഗ്യവും കോപവും നിരാശയും മാത്രം നിറഞ്ഞ ജീവിതം. എന്നാൽ കർത്താവിൻ്റെ കരങ്ങളിലായി കഴിയുമ്പോൾ അത് നേരെ തിരികെയാണ്. അവിടെ സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം
വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇങ്ങനെ കർത്താവിൻ്റെ ഫലങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതമായി മാറുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഭവങ്ങളല്ല, അത് നേരെ തിരികെയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിന് വേണ്ടി കൊടുക്കുമോ? ഈ നല്ല കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നല്ലവനായ കർത്താവിന് വേണ്ടി, നല്ല സ്നേഹനിധിയായ യേശുവിന് വേണ്ടി ജീവിതം കൈമാറിയിട്ടില്ല എങ്കിൽ ഇന്ന് നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി കൊടുക്കുക. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് ഓടിപ്പോകുന്നു. അത് ജാതി ജാതിയോട് എതിർക്കുന്നു, രാജ്യം രാജ്യത്തോട് എതിർക്കുന്നു. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പവും എല്ലാം നമ്മുടെ കാതുകളിൽ കേൾക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് സംഭവഗതികൾ വിളിച്ചോതുന്നു. ഈ മണൽത്തരി പോലും ഉറക്കെ വിളിച്ചു പറയുന്നു, യേശു വരാറായി എന്ന്. നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ ജീവിതം സമ്പൂർണമായി വിശുദ്ധിക്ക് വേണ്ടി സമർപ്പിക്കാം. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഈ സൗഭാഗ്യം കർത്താവായ യേശു ക്രിസ്തു ഇന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും സൗജന്യ ദാനമായി നൽകട്ടെ. നല്ലവനായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക്, അത് ജീവനില്ലാത്തവയ്ക്ക് ജീവനും ജീവനുള്ളതിന് സമൃദ്ധിയായ ജീവനും നൽകുവാൻ കർത്താവ് വന്നു. അന്ത്യകാല തലമുറയിൽ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി നമുക്ക് നിൽക്കാം. കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വയലിൽ വേല ചെയ്യുന്ന വേലക്കാരായി, വിശ്വസ്ത ദാസന്മാരായി നമുക്ക് നിൽക്കാം. കർത്താവായ യേശു ക്രിസ്തു എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.